24 മണിക്കൂർ കൂടെ വെള്ളവുമുണ്ട്. ഇങ്ങോട്ടിട. അപ്പോൾ ഹായ് ഹലോ എല്ലാവർക്കും പാറു എൻ്റെ അമ്മായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞായറാഴ്ച രാവിലെ ഒരുമാതിരി പണികളൊക്കെ കഴിഞ്ഞ് ഈ മുറ്റത്ത് കുറച്ച് മുളക് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. കുറേ പറിച്ച് ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ട്. അത് മക്കൾ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഓരോ ടീന്നെടുത്തുകൊണ്ട് പോകും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ അങ്ങ് പറിച്ചേക്കാമെന്ന് വെച്ചു. ഇത് കണ്ടോ, നിറച്ച് പഴുത്തു പോയി. അപ്പം ഇതിൻ്റെ ഈ അകരങ്ങളും ശിഖരങ്ങളൊക്കെ ഇത് ഇങ്ങോട്ടിടും. നാനാ വഴിക്ക് കീറിപ്പോയേക്കുക. ഓരോന്നിനും ഇടയ്ക്കുന്ന ഓരോ കമ്പ് വലിച്ച് മാറ്റി നിർത്തി അതിൽ നിന്ന് ഓരോന്ന് പറിച്ചെടുക്കണം. അപ്പോൾ ഇന്ന് രാവിലെ ഫസ്റ്റിലുള്ള പണി ഇതാണേ. ഫസ്റ്റിലേ അല്ല കേട്ടോ. അപ്പോൾ സമയം 10:30 10:30 വരെ ഓരോ കൂട്ടം പണികളായിരുന്നു. അപ്പോൾ ചെറിയൊരു വീഡിയോ പിടിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തെങ്കിലും ഒരു ചെറിയ കുക്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഒരു വീട്ടുവിശേഷങ്ങളും ചുറ്റുപാടുമുള്ള ഒരു കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ വരുന്നത്. അപ്പോൾ മുളക് ചീനിയുടെ അകത്ത് കയറി നിന്നാണ് മുളക് പറിക്കുന്നത്. കണ്ടോ, ഇതിനകത്ത് നീറുമുണ്ട്. ഇവിടെ ഒരു ഒട്ടുമാവ് നിൽപ്പുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഒരു നെല്ലി നിൽപ്പുണ്ട്. പൂച്ചെടികളൊക്കെ നിൽക്കുന്നു. പിന്നെ ഒരു കണിക്കൊന്ന ഉണ്ടായിരുന്നു, അത് ഉണങ്ങിപ്പോയി. പിന്നെ അതിൻ്റെ അടിയിൽ നിന്ന് കിളുത്ത് വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. അതിൻ്റെ ചോട്ടിൽ തന്നെ കോവലുതണ്ട് കിടപ്പുണ്ട്. കണ്ടോ, എന്നാ വണ്ണത്തിലാണ് കോവലുതണ്ട് കയറി പോകുന്നതെന്ന് അറിയാമോ? പൂച്ചെടികളും പൂത്ത് നിൽക്കുന്നുണ്ടോ അതിനകത്ത്? ഇത് പൂ നിൽക്കുന്നുണ്ടോ? സൂപ്പർ പൂവാണ് നിൽക്കുന്നത്. അതിന് പുറത്ത് കൊണ്ടുവന്ന് കാണുന്നിടത്ത് വെച്ചിരുന്ന് നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ചെടി വയ്ക്കുമ്പോൾ അവിടെ വേറെ ഒന്നുമില്ലായിരുന്നു. ചെടി വെച്ച് കഴിഞ്ഞ് സംഭവിച്ചതാണ് ഈ കാണുന്നതെല്ലാം കേട്ടോ. മഞ്ഞ കോളാമ്പി പൂ അവിടെ നിൽപ്പുണ്ട്, റോസ് നിൽപ്പുണ്ട്. പക്ഷേ അതിനെ എല്ലാത്തിനെയും കൂടെ ഈ മരങ്ങൾ കയറി അമക്കി അങ്ങോട്ട് കളഞ്ഞു. പിന്നെ കടലാസ് റോസ അതും വലുതായിപ്പോയി. കപ്പളം നിൽക്കുന്നു മുറ്റത്ത് തന്നെ. ഈ കപ്പളത്തെ വെട്ടിക്കളയാൻ പോവാണേ. മുറ്റത്ത് കപ്പളം പാടില്ല എന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, ആ മണ്ട വരെ കയറിപ്പോയേക്കോ ചീനിയുടെ തലക്കം മണ്ടയ്ക്ക്. അപ്പോൾ ഞാൻ ഫോണാണെങ്കിൽ എൻ്റെ തലയ്ക്ക് മുകളിൽ പിടിച്ചിട്ടാണ് അത് കിട്ടുന്നത്. അവിടം വരെ കിട്ടിയത്. അതെ, ഇതിപ്പോൾ 3 വർഷം കൊണ്ട് ഇതേ രീതിയിൽ നമ്മൾ കണ്ടോ ഇതുപോലെ മുളക് പറിക്കുന്നത്. ഇതിനെ കൊണ്ട് ഇനി ഞെട്ടൊക്കെ പറിച്ച് കഴുകി ഭരണിയിലിട്ട് വെക്കണം, ഉപ്പും വിനാഗിരി ഒഴിച്ചിട്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മാങ്ങയും കൂടെ ഇന്ന് മാങ്ങയും കൂടെ കൂട്ടിയാട്ടോ ഇടുന്നേ. ഒപ്പം മാങ്ങയും ഒപ്പം മുളകും തുല്യ അളവിൽ. അപ്പോൾ ഒരു കഷ്ണം മാങ്ങ, ഒരു മുളക്, അതാണ് കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത്. അപ്പോൾ ഇനി മുഴുവൻ മുളകും പറിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. മുളകും പാത്രം ഞാൻ ആ കവരയിലൊന്ന് വെച്ചു കേട്ടോ. മറിഞ്ഞാടി പോരുമെന്ന് അറിയത്തില്ല. കാരണം ഇതിൻ്റെ അകത്തെല്ലാം മുളക് കിടക്കുവാണേ. കണ്ടോ, പഴുത്ത് മുളകും പഴുത്ത് കിടക്കുന്നു, കോവയ്ക്കയും പഴുത്ത് കിടക്കണം. രണ്ടും ഒരേ കളറിലാണ് കിടക്കുന്നത്. ഇത് എങ്ങനെ ഇനി പറിച്ച് തീർക്കുവാവോ? ഒത്തിരി മുകളിലേക്ക് കയറി പോകും. കമ്പ് ഒടിഞ്ഞു പോവുകയാണെങ്കിൽ പോട്ടെ, മുളക് പറിക്കാം. കണ്ടോ, പഴുത്ത് നല്ല കഴിക്കാൻ കൊള്ളുന്ന എന്തോ പഴം ഉണ്ടായി കിടക്കും പോലെയാണ് കേട്ടോ ആ മുളക്. ഉണ്ടമുളക് ഇങ്ങനെ പഴുത്ത് കിടക്കുന്നത് കണ്ടോ. ഒടിയാതെ പറിക്കുവാണെങ്കിൽ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ഇല്ല ഒടിഞ്ഞ് പോയാൽ പോട്ടെ. മുള്ളിനകത്ത് നിന്ന് നിങ്ങളുടെ ഇടപാട് തീർന്നു. അതിന് താത്തി പിടിച്ച് നോക്കട്ടെ. കണ്ടോ, അതാണ് ചാമ്പങ്ങാപ്പഴം പോലെ ഇരിക്കുന്നു. ഒടിഞ്ഞോ? ഒടിഞ്ഞെങ്കിൽ അതിന് പുറത്തേക്ക് കൊണ്ടുവരെ. ചാമ്പങ്ങാപ്പഴം പോലെ തന്നെയാണ് മുളകിൻ്റെ ഒരു രീതി. അതെങ്ങനെ കോവലിൻ്റെ വള്ളിയായി രണ്ട് കൈയും വിട്ട് എനിക്കാണെങ്കിൽ നിൽക്കത്തുമില്ല അവിടെ. ഒരു കയ്യിൽ ഫോണ്, ഒരു കയ്യിൽ പാത്രം.
ഇത് കയറിപ്പോകുന്നതനുസരിച്ച് കായ്ച്ചോണ്ടിരിക്കും കേട്ടോ ഈ സാധനം. സൂര്യപ്രകാശം അടിക്കുന്നിടത്തേക്കാണ് കയറി പോകുന്നത്. ഇതിന് ചവറല്ലേ ഇതിൻ്റെ അടി മൊത്തം ഇങ്ങനെ ചവറ് കിടക്കുന്നുണ്ടോ? കണ്ടോ? ഒരു കമ്പ് ഒടിഞ്ഞു. നമ്മുടെ ആ ചീനിയുടെ കമ്പ് ഒടിഞ്ഞു പോകുന്നു കേട്ടോ. അത് ഒടിയാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു നോക്കിയതാണ്, പക്ഷേ ഒടിഞ്ഞു പോയി. നല്ല രസമല്ലേ കിടക്കുന്നതാണ്. കണ്ടോ? അയ്യോ 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 എന്നെ സൂര്യപ്രകാശം ഉള്ളിടത്ത് ഇത്രയും മുളക് കുറച്ചപ്പോഴത്തേനും നീറ് കടിച്ച് നാശമാക്കി കേട്ടോ. ഇനി ബാക്കി പിന്നെ നീറ് കുറയുമ്പോൾ ഉച്ച സമയത്താകുമ്പോൾ വെയിലെല്ലാം കൂടെ കവുള്ളുമ്പോഴത്തേനും നീറെല്ലാം കൂടെ കയറി ഇലയ്ക്കുള്ളിൽ ഒളിക്കും. ആ സമയത്ത് ബാക്കിയുള്ള മുളകും കൂടെ പറിച്ചെടുക്കണം. ഇത് ഇന്ന് രാവിലെ വെട്ടിയെടുത്ത കൊലയാണ്. നമ്മുടെ പേരൊന്നും അറിയത്തില്ല. ഏത്തക്കായുടെ മുഴപ്പുണ്ട്, പക്ഷേ ഏത്തക്കായല്ല. വേറെ എന്തോ സൈസ് പഴം തിന്നാനൊക്കെ നല്ല സുഖം കേട്ടോ. അങ്ങനത്തെ ഒരു വാഴക്കൊലയായത്. രാവിലെ പപ്പിക്കുട്ടികൾ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുത്ത് കിടക്കുവാണേ. ഇവിടെ ആളുള്ളപ്പോൾ ഇവിടെ വന്ന് കിടക്കും, ഇല്ലെങ്കിൽ ഇവരുടെ അമ്മയുടെ അടുത്ത് പോയി പട്ടിക്കൂടിൻ്റെ അടിയിൽ പോയി കിടക്കും. ഇവിടെ എല്ലാവരും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് മാറുകയില്ല. കുറച്ച് ചീനിത്തൈ പാകി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം അവിടെ മുളച്ച് നിൽപ്പുണ്ട്. എന്നാൽ ഇവിടെ നിൽക്കുന്ന പഴയ കൂടിനകത്തേക്ക് കുറച്ച് തൈ പറിച്ച് വെക്കാം. അത് കഴിഞ്ഞേച്ച് പിന്നെ കുറച്ച് ഗ്രോ ബാഗ് മേടിക്കണം, എന്നിട്ട് അതിനകത്തും കൂടെ പറിച്ച് നടണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ തക്കാലം മുഴുത്ത തൈയൊക്കെ ഇതിനകത്ത് ഇവിടെ ഇരിക്കുന്ന ഗ്രോ ബാഗിനകത്ത് നട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചാണ്. ഇന്നിങ്ങനെയുള്ള പണികളൊക്കെയാണ് ചെയ്യുന്നത്. അതവിടെ നിന്നോട്ടെ. കോരുകൊണ്ട് നന്നായിട്ട് കുത്തി മണ്ണ് ഇളക്കണം. അത് തറഞ്ഞു പോയായിരുന്നു. ഇത് ലിസിക്ക് കൊടുക്കാം കേട്ടോ. എന്നതാ അത്? ആ എരുക്ക് ഇഷ്ടം പോലെ. ഇപ്പം മഴക്കാലത്ത് ഒരു കമ്പ് കൊണ്ട് കൊടുത്താലും അത് നന്നായിട്ട് പിടിക്കുമല്ലോ. തൈ വേണമെന്നില്ല. ഇത് അവിടെ എല്ലാം തൈ നിൽപ്പുണ്ട്. എരുക്കിൻ്റെ ഇഷ്ടം പോലെ തൈ നിൽപ്പുണ്ട്. പപ്പി 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 പേൻ പിടിക്കുമെന്ന് തോന്നുന്നു. ആ മൂളുന്നുണ്ട്. പുലി കേൾക്കാൻ സമയമില്ല. പേൻ ചൊറിയിട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചൊറിച്ചില്ല. ഈ വിറകെടുത്ത് വെട്ടി പിടിച്ച് അവിടെ കൊണ്ട് മാറ്റണം കേട്ടോ. ഈ ചെരുപ്പൊക്കെ കുഞ്ഞു പട്ടികൾ എവിടെ നിന്നോ വലിച്ചുകൊണ്ട് വന്നാണല്ലോ. താഴത്തെ പിള്ളേരുടെയെന്ന് എനിക്ക് തോന്നുന്നത്. ആ വീട്ടിലെ പിള്ളേരുടെ ചെരുപ്പെല്ലാം കൂടെ ചെറുക്കി കൊണ്ടുവന്നിട്ടേക്കുക കുഞ്ഞമ്പട്ടികൾ ഇവിടെ. മാലിമുളക് കേട്ടോ ഈ പാകി വെച്ചേക്കണേ. എനിക്കറിയില്ലായിരുന്നു. ഞാനല്ല പാകിയത്, പപ്പ തന്നെ പാകി വെച്ചതാണ്. അതുകൊണ്ട് എന്ത് മുളകാന്ന് എനിക്കറിയില്ലായിരുന്നു. മാലിമുളകിൻ്റെ തയ്യാന്നാണ് പറഞ്ഞത്. കണ്ടോ, സൂപ്പർ തയ്യായിട്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ എല്ലാത്തിലും പറിച്ച് ഈരണ്ടെണ്ണം വെക്കണം. ഓരോന്ന് വെച്ചാലും പോരെ. ഇനി കുറച്ച് ഗ്രോ ബാഗ് മേടിച്ചിട്ട് അല്ലാതെ വെക്കാം. രണ്ടെണ്ണം വെച്ചാൽ പിന്നെ വലുതായി വരുമ്പോഴത്തേനും പ്രശ്നമാവില്ലേ. അപ്പം ഇന്ന് ഞായറാഴ്ചത്തെ കലാപരിപാടികളൊക്കെ ഇതാണ്. കൃഷിയും കാര്യങ്ങളും, വിളവെടുപ്പ്, ക്ലീനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാട്ടോ ഇന്ന് നടക്കുന്നത്. അല്ല, സൺഡേ അല്ലേ. ഇന്ന് പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നും ഇല്ല. നമ്മൾ കുക്ക് ചെയ്യാനായിട്ടുള്ളതൊന്നും കരുതിയിട്ടില്ല. സാധാ ഉള്ളതുപോലെയൊക്കെ തന്നെ. അത് ചാരവും മണ്ണും കൂടെ മിക്സ് ചെയ്താട്ടോ. കോവൽ കയറി പോകുന്നുണ്ടോ? ഉണ്ടക്കോവലുണ്ട്, നീളം കോവലുണ്ട്. രണ്ടിനം കോവലാണിത് ഈ കയറി വരുന്നത്. നീളം കോവലാണെങ്കിൽ ഒരു 5 എണ്ണം ഉണ്ടെങ്കിൽ ഒരു കറിക്കായി. അതുപോലെ തന്നെ ഉണ്ടക്കോവയ്ക്കാണെങ്കിൽ ഒരു 5 or 6 ഉണ്ടെങ്കിൽ ശരിക്കും ഒരു 2 ചിരവ തേങ്ങ കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു തോരൻ വയ്ക്കാനാകും കേട്ടോ. നിറച്ചുണ്ടായി കിടപ്പുണ്ടേ. ഇത് എത്തിപ്പറിക്കാനും പറ്റൂല്ലോ. ഇതേ ഈ കിടക്കുന്ന കായൊക്കെ. അയ്യോ അയ്യോ, പെണ്ണ് 2 കൊണ്ടുപോയെന്ന് തോന്നുന്നില്ലേ? അറിയത്തില്ല.